ഹലോ, അപ്പം നമുക്കിന്ന് നല്ല മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കാം കേട്ടോ. എല്ലാവരുടെ അടുത്തും കാണുമല്ലോ ഇപ്പം മാങ്ങയൊക്കെ, നല്ല മാങ്ങ സീസണല്ലേ. 4 പഴുത്ത മാങ്ങയാണ് കേട്ടോ ഞങ്ങൾ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അതിന് നല്ലതുപോലെ തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടിയിലേക്ക് ഈ 4 മാങ്ങ എടുത്ത് വയ്ക്കാം കേട്ടോ. ഞാൻ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എടുക്കാം. ഇനി ആവശ്യത്തിന് ഒരു ഇച്ചിരി മുളക് പൊടിയും ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നീളത്തിൽ കീറിയ പച്ചമുളക് 4 ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതിനെ മിക്സ് ചെയ്തിട്ട് നേരെ അടുപ്പത്തേക്ക് വയ്ക്കാവേ. ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കാം നമുക്ക് കേട്ടോ. മാങ്ങ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാവേ. അതിനുവേണ്ടി ജാറിലേക്ക് ആവശ്യത്തിന് തേങ്ങ ഇടുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു നുള്ള് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ജീരകം ഇട്ടതിന് ശേഷം നല്ല കുറുവാനായിട്ട് നല്ല തൈര് വീത്തുന്നുണ്ട്. പുളിപ്പും എല്ലാം വേണ്ടേ, അപ്പോൾ അതിന് വേണ്ടി തൈര് വീത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ മിക്സിയിലിട്ട് അടിച്ചെടുക്കാവേ. അടിച്ചെടുത്തിട്ടുണ്ട് അരപ്പ്. ഈ അരപ്പിനി ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് മാമ്പഴം വെന്തോന്നൊന്ന് നോക്കാം. മാമ്പഴം നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ആവശ്യത്തിനായി, എല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ അരപ്പിട്ട് കൊടുക്കുവാന്നേ. അരപ്പിട്ടതിന് ശേഷം നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ അരപ്പൊക്കെ ഇട്ട് നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല തിളക്കിയൊന്നും വേണ്ട, അതിന് മുന്നേ നമുക്ക് താളിക്കണം. അപ്പോൾ താളിക്കാനായിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാൻ ചൂടായതിന് ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. എണ്ണ ചൂടായി, അതുകൊണ്ട് കടുകിട്ട് പൊട്ടിക്കുവാന്നേ. കടുക് നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും ചെറിയ ഉള്ളിയും ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നേരെ മാമ്പഴ പുളിശ്ശേരിയിലോട്ട് വീത്താം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ വീത്തിയിട്ടുണ്ട്. വറ്റൽമുളക് യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രം ഇട്ട് കടുക് വറുത്തത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണവേ. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിലും അവർക്കത് പെട്ടെന്ന് ഇഷ്ടപ്പെടും. നല്ല ഇനിപ്പോട് കൂടി കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ലതുപോലെ ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്തേക്കണവേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാവേ. ടാറ്റാ.